ഇന്നത്തെ പണി രാവിലെ കഴിഞ്ഞു. കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കഴുകിട്ടെ. പിന്നെ ഇന്നിത്തിരി വെയിലൊക്കെ വന്ന് നിൽക്കുന്ന കാലാവസ്ഥ കുഴപ്പമില്ല, നല്ലതായിട്ട് പോണു. പിന്നെ വൃത്തിയില്ലാതെ കിടക്കണം, കാരണം കുറ്റിച്ചൂലില്ല. അപ്പം കുറ്റിച്ചൂലൊക്കെ വാങ്ങിച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് തൂവി പരിസരമൊക്കെ പുല്ലെല്ലാം കളയണമെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ തന്നെ ഇടണം. അത് മഴയില്ലെങ്കിൽ മാത്രമേ നമുക്കത് ഇട്ടാൽ ഫലം കിട്ടത്തുള്ളൂ. പിന്നെ ഇത്തിരി തൂമ്പയൊക്കെ എടുത്തിട്ട് വെയിൽ വന്നു കഴിഞ്ഞാൽ തൂമ്പയൊക്കെ എടുത്തിട്ട് ഒന്ന് വെട്ടി വൃത്തിയാക്കണം. പരിസരമൊക്കെ ഒരുമാതിരി കിടക്കണം, കാണിച്ചിട്ടെ. അപ്പം നിങ്ങൾ വേറെ ഈ ചേച്ചിക്ക് വീടിന് പരിസരം വൃത്തിയാക്കൂടെയെന്ന്. ഞാൻ വൃത്തിയാക്കും, കാരണം എനിക്ക് കണ്ട പുല്ല് പിടിച്ചു തുടങ്ങണ്ട. ഈ മുക്കിലൊക്കെ പിരിച്ചാടി തോണ്ടി വെച്ചിട്ടുണ്ട്. പഴയ ചെരുപ്പെല്ലാം പറയ്ക്ക് ആക്രിക്ക് കൊടുക്കും. ആക്രിക്കല്ല, ഹരിതകർമ്മ പിള്ളേർ കൊടുക്കും. ഇതൊക്കെ ഇത് മറ്റേ മരുന്നാണ്, പൂവാങ്കുരുന്നല്ലല്ലോ, പൂളം തമരയില്ലെന്ന് പറയും. അതിൻ്റെ ഇല പറിച്ചിട്ടാണ് എണ്ണ കാച്ചി ചൊറിക്കും ചുരങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ അത് എരിക്കേണ്ടത്. പിന്നെ പനിക്കുറുക്ക അതിനകത്ത് മറ്റേ എന്തൊക്കെ ചീരയുണ്ട്, പൊന്നങ്ങനെ ചീരയൊക്കെ പൊടിച്ച് കിടക്കണം. ഞാൻ കുറച്ചൊക്കെ പറിച്ച് കളഞ്ഞേട്ടാ. ബാക്കിയൊക്കെ പോകണമെങ്കിൽ മഴ മാറിയാലേ വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതെൻ്റെ കുടുംബ വീട് അറിഞ്ഞുകൂടാത്തത്. ഇതാണ് എൻ്റെ അമ്മയുടെ വീട്. ഇതൊക്കെ അറിയാലോ, ഞാൻ താമസിച്ചതിൻ്റെ ഷെഡ് ഇപ്പം അതിൽ പുരാവസ്ഥയോട്ടാണ് നിൽക്കുന്നത്. പുരാവസ്തുവിൽ തുണിയൊക്കെ ഇട്ട് ഉണക്കാൻ വയ്ക്കുക. അപ്പം രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജോലി കുറച്ച് വീട്ടിനകത്തും പുറത്തോടൊക്കെ കഴിഞ്ഞ്, അപ്പം അകത്തും പുറത്തുള്ള പണിയെല്ലാം കഴിഞ്ഞ് രാവിലെ കുറേ തുണി കഴിയിട്ട് വെയിൽ നിന്ന് തുണിയെല്ലാം കഴിട്ടാൽ ഉണങ്ങി കിട്ടും. അപ്പം ബാക്കി അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി കാണിച്ചു. ഒരു സാധനം ഞാൻ വച്ചിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഞാൻ ഇച്ചിരി പച്ചരി പായസം വയ്ക്കാന്ന് വിചാരിച്ചു. ഈ പുക അപ്പം ഞാൻ ഒന്ന് കുത്തി വയ്ക്കട്ടെ. ഇന്നലെ ശർക്കര കിട്ടിയില്ലേ? ഇന്നലെ ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയായിരുന്നു ശർക്കര വെച്ച്. അത് എനിക്ക് കടയിൽ ചെന്ന് ഇവർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാനില്ലാത്ത കൊണ്ടിട്ട് ഈ പൂവരശിൻ്റെ ഇലയിൽ ഞാനൊരു ഓട്ടാണ് വെച്ചത്. അപ്പം എനിക്ക് രാത്രി എനിക്ക് ഇല കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചിട്ടില്ല, ഒരു വെറൈറ്റി ആയിക്കോട്ടെ, പൂവരശിൻ്റെ ഇലയിൽ തന്നെ ഉണ്ടാക്കുന്നത്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് പൂവരശിൻ്റെ ഇലയിൽ ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് അടുപ്പ് തീ കൊടുത്തിരിക്കും. നമുക്ക് എന്ത് സാധനം ഉണ്ടാക്കിയാലും നമ്മൾ ഉണ്ടാക്കിയാലും ഞാനത് കാക്കയ്ക്ക് കൊടുക്കും കേട്ടോ. കാക്കയ്ക്ക് കൊടുക്കാതെ ഞാനൊരു സാധനം ഇവിടെ എടുക്കത്തില്ല. അപ്പം കറി എടുക്കട്ടെ, കാക്കച്ചിക്ക് കൊടുക്കും. അതാണല്ലോ നല്ലത്, അതാണ് മര്യാദ. അപ്പം ഞാൻ രാവിലെ പോയി കാക്കച്ചിക്ക് ആഹാരം മാത്രമല്ല കൊടുക്കണം കേട്ടോ. രാവിലെ പോയി അവർക്ക് വയ്ക്കണം ബക്കറ്റ് എടുത്ത് കഴുകി വൃത്തിയാക്കി മേളിൽ ചെന്ന് വെള്ളം കോരി നിറച്ച് വെച്ച് കൊടുക്കും. അപ്പം കാക്കയ്ക്കും പൂച്ചയ്ക്കൊക്കെ, ആ പൂച്ചകളൊന്നും വന്ന് കഴിക്കത്തില്ല. കാക്കയ്ക്ക് വെള്ളം കൊടുക്കണം. ഇപ്പം മഴ എന്നാലും മഴ സമയത്ത് അവർക്ക് വെള്ളം കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കെട്ടിക്കിടന്ന വെള്ളം അവർ കുടിക്കുവേ. അപ്പം ഇതാണ് എൻ്റെ സ്ഥലം. ഇങ്ങനെ കൊണ്ട് തട്ടി പറഞ്ഞ കാക്കകൾ നല്ല പച്ചരി നല്ല കുക്കറിലിട്ട് അടിച്ച് നല്ലവണ്ണം അടിച്ചിട്ടാണെങ്കിൽ കഴിക്കും. രാവിലത്തെ പണിയിൽ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പണി. ഇനി എനിക്ക് ഇത് വെച്ചിട്ട് അക്ഷയയിൽ പോകണം. ആശുപത്രി പോകാൻ വിളിച്ചിട്ട് പറഞ്ഞില്ല. മൂത്ത ആൾ നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പം വിളിച്ചിട്ട് പറഞ്ഞില്ല. പിന്നെ അക്ഷയയിൽ പോയിട്ട് അതൊന്ന് ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കണം. ഏതെന്നറിയോ, ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യം മക്കളുടെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നമ്മുടെ ജാതി ലിംഗ സർട്ടിഫിക്കറ്റില്ലേ, നമുക്ക് അങ്ങനെ കാര്യം അങ്ങനെ കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തോന്നില്ല, വെള്ളം കളഞ്ഞു. ഇനി അതിൻ്റെ ഫോട്ടോസ് ശനിയാഴ്ച ദിവസം ഒന്ന് തിരക്ക് വല്ലതും കാണും. മോക്ക് സുഖമില്ല, പെണ്ണിനെ വിളിച്ചിട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞ ആശുപത്രി കൊണ്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ആശുപത്രി നോക്കുമ്പോഴേ ചതുർത്ഥിയാണ്, ഇഞ്ചക്ഷൻ വെക്കുമെന്ന്. വെളിയിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അത് പ്രൈവറ്റിൽ കൊണ്ടുപോയാലേ ചെയ്യത്തുള്ളൂ. സർക്കാർ ആശുപത്രിയിൽ കുത്തിവെപ്പൊന്നും കൊടുക്കത്തില്ല, അവർ മരുന്നേ കൊടുക്കത്തുള്ളൂ. ഇപ്പറ കൊണ്ട് കഴുകി വെച്ചല്ലേ, കഴുകി മാറ്റി വെച്ചിട്ട് ഇതൊന്നും തുറച്ചിട്ട് ചോറ് പതുക്കെ വയ്ക്കാന്ന് വിചാരിച്ചു കൂട്ടാരെ. കാരണം എന്താണെന്നറിയാം, റേഷൻ അരി ചോറ് വയ്ക്കുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ കഴിക്കത്തില്ലല്ലോ. ഏതെങ്കിലും കറി ഉണ്ടെങ്കിൽ അത്ര കഴിയും. ഇന്നലെ കറി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇന്നലെ വിശപ്പ് തോന്നില്ല. എന്തോ അറിയത്തില്ല, വിശപ്പ് തോന്നില്ല. അപ്പം പിള്ളേരാരും കഴിച്ചില്ല. രാവിലെ വന്നപ്പോഴത്തേക്ക് അയ്യോ ഇന്നലെ ചമ്മന്തി വെച്ചത് കാണിച്ചില്ലല്ലോ. ഇന്നലെ ചമ്മന്തി ഞാൻ പറഞ്ഞില്ല, ഈ ചമ്മന്തി ഉണ്ടാക്കിയത് ആരുടെ വന്നേ ചമ്മന്തി വെച്ചത് ഇങ്ങനെ തൈര്, മാങ്ങ, ഇഞ്ചി, മുളക് പൊടി, ശകലം കളറിന് ചമ്മന്തിയുടെ കളർ ഇട്ടാൽ വേണ്ടി. പുളി വേണ്ട. ഇഞ്ചി തൈര് മാങ്ങ പിന്നെ ജീരകം, കൊച്ചുള്ളി, ഇത്തിരി മുളക് പൊടി, ഉപ്പ്, ഇത്രയൊക്കെയാണ് ഈ ചമ്മന്തി ഇന്നലെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ചമ്മന്തിയും തൈരും മാത്രം മതി. അപ്പൊ ഞാൻ മാങ്ങ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കാം.
ചമ്മന്തിയും തൈരും കൂട്ടി കഴിക്കാം. പക്ഷെ ഞാൻ ചെയ്തതെന്ന് പറയാം, ഇത്ര ഇട്ടൊരു ചമ്മന്തി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി. പക്ഷെ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. പക്ഷെ ഞാൻ കഴിച്ചു നോക്കി, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇന്നത്തത് ഇത് കോരി പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി എടുക്കട്ടാടി. ഞാൻ കഴിച്ചിട്ട് നോക്കട്ടോ. ഞാൻ കഴിച്ച് കാണിക്കട്ടെ. ഞാൻ കഴിക്കട്ടെ. പക്ഷെ ശർക്കരയില്ലേ മണ്ണ് കാണും. ഞാൻ ശർക്കര പാനിയാക്കി വെച്ചിരുന്നു. തേങ്ങയൊക്കെ ഇട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട്, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ തേങ്ങ, ശർക്കര, ജീരകം ഇടണമായിരുന്നു. പക്ഷെ ഇവിടെ എന്റെ മൂത്ത നമുക്ക് ജീരകത്തിന്റെ സ്മെൽ ഇഷ്ടമല്ല. തോരനും അവിയലും വയ്ക്കും പോലെയല്ല ജീരകം. പിന്നെ ഏലക്കയൊന്നും ഇട്ടില്ല. വായിൽ വെള്ളം വരണം കൊതി കൊണ്ടിട്ട്. അരി നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് സാധാരണ അമ്പലത്തിൽ പൊങ്കാലയൊക്കെ ഇട്ടാലേ, അമ്പലത്തിൽ പോയി പൊങ്കാലയൊക്കെ ഇട്ടാ നമുക്ക് കഴിക്കാൻ തോന്നൂല. കാരണം തന്നെ അത് പ്രസാദമാണ്, നമുക്കത് മത്ത് പിടിക്കും. നമ്മൾ പൊങ്കാല നമ്മളെ പരിസരത്ത് എല്ലാവരും ഇട്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മളത് കണ്ട്, അപ്പൊ അത് കഴിക്കാനായിട്ട് നമുക്ക് തോന്നത്തില്ലേ. അതവിടെ ഇരുന്ന് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും അതങ്ങ് കളയും ചിലപ്പോൾ. അങ്ങനെയാണ് ഒരു കുഞ്ഞ് പൊങ്കാല ഇടുന്നത്. പക്ഷെ ഇതുപോലത്തേക്കാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൊതി കൊണ്ടിട്ട് ഇട്ട് പെട്ടെന്ന് കഴിക്കണേണ്. എന്തോ അതങ്ങനെയാണ്. പ്രസാദം കാണുമ്പോൾ അതൊരു മത്ത് പിടിക്കും. അത് കൊള്ളാടാ. നല്ല രസമുണ്ട്. അപ്പൊ എന്റെ കുഞ്ഞു വീഡിയോ ഇതാണ് കേട്ടോ. ഞാൻ പുറത്തുനിന്ന് പോണ വീഡിയോ ഒന്നും എടുക്കത്തില്ല. പൊതുവെ ഞാൻ അങ്ങനെയാണ്, പുറത്തു പോകുമ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കത്തില്ല. വീഡിയോ എടുക്കേണ്ട സാഹചര്യത്തിലായിരിക്കൂല. ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് അത് കൊടുക്കാൻ നിൽക്കും, ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കും. ചിലപ്പോൾ നമ്മൾ അക്ഷയിലൊക്കെ ഇരുന്നുകൊണ്ട് ക്യാമറ എടുക്കുമ്പോൾ അവർ വല്ലതും പറയും, നല്ലതൊക്കെ പറയും. അവർക്കാർക്കും ഇഷ്ടപ്പെടത്തില്ല. അവർ വിചാരിക്കും ഞാൻ അവിടത്തെ വല്ലതും എടുത്തിടണമെന്ന് വിചാരിച്ച് അവർ വഴക്ക് പറയും. അതുകൊണ്ടിട്ട് ഇത്തിരി സ്നേഹമുണ്ട് എന്നോട്. അതുകൊണ്ടിട്ട് ആ സ്നേഹത്തെ ഞാൻ വെറുതെ കളയത്തില്ല, ആരും വെറുപ്പിക്കത്തില്ല. അപ്പൊ ഇത് കഴിക്കട്ടെ കേട്ടാ. വിട്ടുപോയി. നമ്മളെ വീട്ടില് ഇഡലിയോ ദോശയോ പുട്ടോ ഇടിയപ്പമോ അപ്പമോ, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കാലം കുറെ ആവുന്ന കേട്ടാ. കുറെ നാളായി, മറന്നുപോയി പറയാനായിട്ട്. ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നാലും എൻ്റെ മൂത്ത മോക്ക് അവള് വിശപ്പിന് കഴിക്കും. പക്ഷെ ഈ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്ത ഇപ്പോഴേ ചോദിച്ചു പായസമാണോ വച്ചേന്ന്. അവൾ ആ ചരുവം നമുക്ക് കാലിയാക്കി തരും, അത്ര ഇഷ്ടമാണ്. ഒരാൾ കഴിയാൻ വന്നിരിക്കും. അപ്പൊ ഇതും കൂടെ എടുത്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചു, മറന്നേ. വാ